നമസ്കാരം. ഇന്നൊരു നാടൻ വിഭവമാണ് ഇടിച്ചക്ക. ഇംഗ്ലീഷിൽ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ബേബി ജാക്ക് ഫ്രൂട്ട് എന്നും പറയും. അതുകൊണ്ടൊരു തോരനാണ് ഇടിച്ചക്ക തോരൻ. നല്ല ടേസ്റ്റ് ഉള്ളതും എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ഒട്ടനവധി ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഇടിച്ചക്ക തോരന്. കറിവേപ്പിലേക്ക് സ്വാഗതം. ഈ ഇടിച്ചക്ക എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ചക്ക വിളയുന്നതിന് മുമ്പ് ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിനെ പറിച്ചെടുക്കും. അപ്പോൾ അകത്തുള്ള കുരു ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ ഇടിച്ചക്ക കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കുന്നതാണ് ഏറ്റവും പ്രയാസമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇടിച്ചക്ക നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ മുറിച്ചെടുക്കാമെന്ന് നോക്കാം. പിന്നെ ടിപ്സ് കാണാൻ മറക്കരുത്. ടിപ്സിൽ ഇന്ന് ഇടിച്ചക്ക തോരൻ വെക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച കിച്ചണിൽ വളരെ പ്രയോജനമുള്ള 1-2 പാത്രങ്ങളൊന്ന് പരിചയപ്പെടാം. ഇനി നമുക്ക് ചക്കത്തോരനിലേക്ക് കടക്കാം. ഇത് ഞാൻ ലുലൂസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. 1.5 കിലോ ഉള്ളൊരു ചക്കയാണിത്. ഇതിൻ്റെ വില 105 രൂപയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പറിക്കുന്ന ചക്കയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഇളം പച്ച കളറായിരിക്കും. ഇതിപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാനും 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. കാര്യം സമയം കിട്ടിയില്ല എനിക്കും വെക്കാനായിട്ട്. ഈ കുട്ടിച്ചക്കയും മെഡിസിനൽ പ്രോപ്പർട്ടീസ് ധാരാളമുള്ള ഒന്നാണെന്നാണ് ആയുർവേദം പറയുന്നത്. പിന്നെ ഇത് വെജിറ്റേറിയൻസിന് നല്ലൊരു ഡിഷാണ് ഈ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ. ഇനി ഈ ചക്ക മുറിക്കുന്നതിന് മുൻപ് നല്ല മൂർച്ചയുള്ള ഒരു കത്തി, അല്പം പേപ്പർ, പിന്നെ അല്പം വെളിച്ചെണ്ണ, ഇത്രയും കൂടി എടുത്ത് വെക്കണേ. ഇതുപോലെ ഒരു കവറിൻ്റെയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെയോ പുറത്ത് വെച്ച് വേണം ചക്ക മുറിക്കാൻ. അപ്പോൾ നമുക്ക് ചക്ക മുറിച്ച ശേഷം അവിടെയൊന്നും കറയാകില്ല. പേപ്പർ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. ഇതുപോലെ അല്പം പേപ്പർ കൊണ്ട് കറയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയ ശേഷം കയ്യിലേക്ക് അല്പം വെളിച്ചെണ്ണ പുരട്ടാം. കത്തിയിലും അല്പം വെളിച്ചെണ്ണ പുരട്ടാം. ഈ കത്തിയുടെ പിടിയിൽ അല്പം പേപ്പർ ഒന്ന് ചുറ്റുന്നത് നല്ലതാണ്. ചക്ക പല രീതിയിലും ആൾക്കാർ കട്ട് ചെയ്യും. മുഴുവനായി മുള്ളെല്ലാം ചെത്തി കളഞ്ഞ ശേഷം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്യുന്നത്. ആ ഒരറ്റം അങ്ങ് ചെത്തി കളയുക. എന്നിട്ട് ഏകദേശം ഒരു 2 ഇഞ്ച് വീതിയുള്ള പീസസായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കുക. കൈയൊന്നും മുറിയാതെ സൂക്ഷിച്ച് മുറിക്കണം. പകുതി ചക്കയെ ഞാനിവിടെ കറി വയ്ക്കാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 750 ഗ്രാമോളം വരും. കറയൊക്കെ ഒന്ന് തുടച്ച് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കയ്യിലൊന്ന് ഇടയ്ക്കൊന്ന് തൂക്കണം. പിന്നെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ വട്ടത്തിൽ റോൾ ചെയ്ത് ആ മുള്ളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണേ. കൂടുതൽ കട്ട് ചെയ്ത് കളയരുത്. ആ മുള്ളും അതിനോട് ചേർന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കട്ട് ചെയ്ത് കളയാവൂ. ഈ കുട്ടിച്ചക്കയിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് ദഹനത്തിന് വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, B6 ഇത് ധാരാളമുണ്ട്. പിന്നെ മിനറൽസ്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, അയണും കൂടുതലുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്താണല്ലോ ഇതിൻ്റെ ഈ മടലിൻ്റെ പോർഷൻ, നടുക്കുള്ള കട്ടിയുള്ള ചില ചക്കകളിലൊക്കെ കട്ടിയാണ്. ഇതിനകത്ത് സോഫ്റ്റാണ്. ഒരു ശകലം അങ്ങ് ചെത്തി കളഞ്ഞാൽ മതി, ആ കട്ടിയുള്ള പോർഷൻ മാത്രം. ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. പിന്നെ കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുക്കാം. ഞാൻ സാധാരണ ആവിയിലാണ് പുഴുങ്ങുന്നത്. പക്ഷേ ഞാൻ പല വീഡിയോ കണ്ടതിലെല്ലാം കുക്കറിൽ വളരെ എളുപ്പത്തിൽ പുഴുങ്ങിയെടുക്കുന്ന കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ നിന്നാണ് പുഴുങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ആദ്യം നമ്മളിത്രയും ഇതായിട്ട് അരിഞ്ഞതിന് ശേഷം 1-2 വെള്ളം നന്നായിട്ട് കഴുകുക. ഈ മുറിച്ച ചക്ക ഇട്ട് കഴുകുന്ന ഈ പാത്രമാണ് ഞാനിന്ന് ടിപ്സിൽ കാണിക്കുന്നത്. ഈ ഇടിച്ചക്കയിൽ പൊട്ടാഷ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇനി നമുക്ക് ഈ കഴുകിയ ചക്കയെ ഒരു കുക്കറിലേക്കിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണേ. പിന്നെ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ വെളിച്ചെണ്ണ ഒഴിക്കാം, പച്ച വെളിച്ചെണ്ണ. ചിലപ്പോൾ അതിൻ്റെ ഒരു പച്ച ഒരു ടേസ്റ്റൊക്കെ മാറിക്കിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. എന്നാൽ ഇളക്കിയതിന് ശേഷം അടച്ച് വെയിറ്റ് കൂടി വെച്ച് 1 വിസിൽ വരെ ഇത് വയ്ക്കാവും. 1 വിസിൽ കഴിയുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്നില്ല, ഒരു ഹൈ മീഡിയം ഇതിൽ വെച്ചാൽ മതി. മീഡിയം കുറച്ചും കൂടി. അപ്പോൾ ഒരു 10 മിനിറ്റോളം എടുക്കുക. ഒരു 10-12 മിനിറ്റിനകത്ത് ഇനി വിസിൽ വരും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമേ കുക്കർ തുറക്കാവൂ. ഇതിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് ഷുഗറിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് ഷുഗറിൻ്റെ ലെവൽ മാനേജ് ചെയ്യും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഒരല്പം വെള്ളം കിടപ്പുണ്ട്. ചില ചക്കയിൽ വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയം വരും. ആവിയിൽ പുഴുങ്ങുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ. വേറെ അല്ലാതെ അത് വെന്ത് അങ്ങ് ഉടഞ്ഞു പോകാൻ അങ്ങനെയൊന്നുമില്ല. ഉണ്ടല്ലേ? ഇപ്പം ഞാൻ വെള്ളം മുഴുവനും വറ്റിച്ചെടുത്ത്. കുറച്ച് വെള്ളം ഉള്ളായിരുന്നു, എന്നാലും ഒന്ന് ഡ്രൈ ആക്കി എടുത്തേ. നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ പണ്ടൊക്കെ അരപ്പ് കല്ലിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിതുപോലുള്ള കല്ലുണ്ടെങ്കിൽ ഇത് വെച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ വെളുത്തുള്ളി ജീരകമൊക്കെ ചതയ്ക്കുന്ന അതുപോലത്തെ കമ്പുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതുപോലെ
കപ്പയൊക്കെ മാഷ് ചെയ്തെടുക്കുമല്ലോ നമ്മൾ ഉടച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ലേ, അതുപോലെ ഇതേപോലെ ചെയ്തെടുത്താലും മതി. ഇതിനൊക്കെ കടലും നല്ല തണുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ തീരെ അങ്ങ് മഷി പോലെ പൊടിഞ്ഞു പോകണ്ട, അതിൽ തരി പോലെ ഫൈബറായിട്ട് കുറച്ച് കിടക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്ക് ഈ തോരത്തിന് വേണ്ട അരപ്പൊന്ന് ശരിയാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങയാണ് എടുത്തത്, തിരുമിയ തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 പച്ചമുളക് ഒന്ന് ചതച്ചിടുക, 1 തണ്ട് കറിവേപ്പില. പച്ചമുളകാണ് നല്ലത്. ഇനി തോരനായതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളിയും ജീരകം ഇടണമല്ലോ. ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതെന്ത് പൊടിയാണെന്ന് വെച്ചാൽ ഇത് വെളുത്തുള്ളിയുടെ പൊടിയാണ്. ഇത് ഞാൻ വളരെ മാജിക്ക് പോലെ വെളുത്തുള്ളി നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. അടുത്ത ആഴ്ചത്തെ വീഡിയോ ഞാൻ ഈ വെളുത്തുള്ളി എങ്ങനെ പൊടിച്ചെടുക്കുന്നത് കാണിക്കാം. നമുക്കിതുപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വളരെ സൗകര്യമാണ്. ഇതിലിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ തികച്ചിട്ടില്ല, 1/4 ടീസ്പൂണും കുറച്ചും കൂടെ ഇട്ടു. ഈ വെളുത്തുള്ളി പൊടി കൊണ്ടുള്ള ഉപയോഗങ്ങളും ഞാൻ അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് വെളുത്തുള്ളിയുടെ കൂടെ ജീരകമാണ് വേണ്ടത്. അതും ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചൊരു പാൻ അതിലേക്ക് വയ്ക്കുക. അത് ചൂടായി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണയുടെ കുപ്പി ഒന്ന് ശ്രദ്ധിച്ചോണേ, അതിന് ഒരു വളവ് കണ്ടില്ലേ. ഞാനിത് 2 എണ്ണം ഒരുമിച്ച് വാങ്ങിയതാണ്, ആമസോണിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചധികം നാളായി. 1/2 ലിറ്റർ വീതം കപ്പാസിറ്റിയുള്ള ഒരു പെയറായിട്ട് വാങ്ങിയതാണ്. അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഉള്ള ഒരു ലിഡും ഉണ്ടായിരുന്നു ഇതിന് ഇതുപോലെ. അതൊക്കെ പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോയി. പിന്നെ ചെറിയ ചൂട് പോലും തട്ടുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഷേപ്പും ഇങ്ങനെയായി. വിലയൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇതുപോലെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഞാൻ വാങ്ങിയത് ഇങ്ങനെ ആയിപ്പോയി. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചൊരു പാൻ വെച്ചു. അതൊന്ന് നന്നായി ചൂടായതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷമേ കടുക് ഇടാവൂ. 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷമേ മറ്റെന്തും ഇടാവൂ, അല്ലെങ്കിൽ കടുക് പിന്നെ പൊട്ടാതെ കിടക്കും. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ടു. ഉഴുന്ന് പരിപ്പ് ഇതിന് നല്ല ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഒരു 3-4 ഉള്ളി ചെറുതായി അരിഞ്ഞതും, 2 വറ്റൽമുളകൊന്ന് പൊട്ടിച്ചതും, പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇത് 3 കൂടി ഇട്ട് ഒന്ന് ഇളക്കുക, ഒന്ന് മൂക്കട്ടെ അത്. പിന്നെ ഈ ഇടിച്ചക്കയിലുള്ളത് ഫൈബർ പ്രീബയോട്ടിക് ഫൈബറാണ്, അതായത് നോൺ ഡൈജസ്റ്റബിൾ ഫൈബറാണ്. ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുകയും കുടലിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. ഇത്തരം ഫൈബർ കൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻ ഉൾപ്പെടെ ധാരാളം പ്രയോജനങ്ങൾ ശരീരത്തിന് ലഭിക്കുന്നു. ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചക്കയുടെ ആ മിക്സ് ഒന്ന് ഇതിലോട്ടിടാം. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു അബദ്ധം പറ്റി. ഈ ചക്കയുടെ മിക്സ് ഇട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി ഒന്ന് അതിനകത്ത് ആ എണ്ണയും അതിൻ്റെയൊക്കെ ഒരു മണം വന്ന് പിടിക്കണം. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഇളക്കിയിട്ട് അതിൽ ഉപ്പും കൂടെ ഇടും. 1 ടീസ്പൂൺ ഉപ്പിട്ടു ഞാൻ. അത് ഞാൻ കാണിക്കാൻ വീഡിയോ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ഇതൊന്ന് ഇളക്കുകയും വേണം. 1 സ്പൂൺ ഉപ്പിടണം. പിന്നെ കളറ് കുറവോ എരി കുറവോ തോന്നുന്നതെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് പച്ചമുളക് ഒന്നും കൂടെ ഇടാം. ഞാനൊരു 1/4 ടീസ്പൂൺ ചുമന്ന മുളകും കൂടി ഇട്ടൊരു കളറിന് വേണ്ടി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച്, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് ആ അരപ്പൊന്ന് ചൂടാകാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് ഇപ്പോഴേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് തോർത്തിയെടുക്കണം. തോരന് നമ്മൾ സാധാരണ കുറച്ച് സമയത്തേക്ക് ഒന്ന് തോർത്തിയെടുക്കുമല്ലോ ചെറിയ തീയിൽ, അതുപോലെ. ഞാൻ നേരത്തെ പ്രീബയോട്ടിക് ഫൈബർ, അതായത് നോൺ ഡൈജസ്റ്റബിൾ ഫൈബറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അത് പഴം, ഉള്ളി, വെളുത്തുള്ളി, ഓട്സ്, ബാർലി, പിന്നെ ഈ ഇടിച്ചക്ക, ഇതിലൊക്കെയാണ് ഈ കുടലിൻ്റെ ആരോഗ്യത്തിന് ഉതകുന്ന പ്രീബയോട്ടിക് ഫൈബറുള്ള ആഹാര സാധനങ്ങൾ. അതിലൊക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായുള്ള ആരോഗ്യത്തിനും അത് വളരെ നല്ലതാണ്. ഞാനിതുവരെ ഈ ചക്കയുടെ ഗുണങ്ങളെപ്പറ്റിയാണല്ലോ പറഞ്ഞത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലവർക്കൊക്കെ ഈ ചക്ക. അങ്ങനെയുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ പിന്നെ ചില മരുന്നുകളുമായിട്ട് ഇത് ഇൻറ്ററാക്ട് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. എന്തിൻ്റെങ്കിലും പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ കഴിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇത് കൂടുതൽ അളവിലൊക്കെ കഴിക്കാനായിട്ട്. പൊതുവേ ഇത് നല്ല ന്യൂട്രിയൻ കണ്ടൻറ്റുള്ള നല്ല മെച്ചപ്പെട്ട ആരോഗ്യ ഗുണങ്ങളൊക്കെയുള്ള അതാണ് ഈ ചക്ക, പ്രത്യേകിച്ച് ഈ ഇടിച്ചക്ക. മറ്റേ പച്ചച്ചക്കയും നമ്മൾ അങ്ങനെയാണല്ലോ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 6 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും, ചോറിനൊക്കെ കറിയായിട്ട്. അല്ലാതെ തന്നെ ഇതിപ്പം വെറുതെ മാങ്ങ പിക്കിളോ അല്ലെങ്കിൽ കണ്ണിമാങ്ങ അച്ചാറോ ഒക്കെ കൂട്ടി നമുക്ക് വെറുതെ ഒന്ന് കഴിക്കാനും നല്ലതാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിന്. കഞ്ഞിക്കൊക്കെ കറിയായിട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണിത്. അപ്പം കിട്ടുന്ന അവസരത്തിൽ ഇതുപോലെ ചക്ക കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു വിഭവമാണിത്.
ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ടിപ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ടിപ്സിൽ നമുക്ക് ആദ്യം ഈ സെർവിങ് ബൗളൊന്ന് പരിചയപ്പെടാം. ഇതിലാണ് ഞാനിന്ന് ചക്ക കഴുകിയതും തോരൻ്റെ കൂട്ടൊക്കെ ശരിയാക്കിയതൊക്കെ. 2 വർഷത്തിൽ കൂടുതലായി ഇത് വാങ്ങിയിട്ട്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ വില 1090 രൂപയായിരുന്നു. 11 ഇഞ്ച് ഡയമീറ്ററും 5 ഇഞ്ച് ഹൈറ്റുമാണ് ഇതിനുള്ളത്. പല വലിപ്പത്തിലും ഇത് അവൈലബിളാണ്. ഐക്യ കമ്പനിക്കാരുടെയാണ് ഇത്. വളരെ ചെറുതു മുതൽ വളരെ വലിപ്പമുള്ള സൈസ് വരെ ഉണ്ട്. പിന്നെ സ്റ്റീൽ സെർവിങ് ബൗളെന്ന് ആമസോണിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതിരുന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഇനി അടുത്തത് ഒരു അയൺ വോക്ക് പാനാണ്. ഇതിനെ വോക്കെന്നാണ് പറയുന്നത്. ഇതിലാണ് ഞാനിത് ഇടിച്ചക്ക തോരൻ വെച്ചത്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. പിന്നെ 1 കിലോ വെയിറ്റ് വരും ഇത്. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.5 ലിറ്ററാണ്. മൊത്തത്തിലുള്ള നീളം എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. എല്ലാ ഉപകാരമാണ് കേട്ടോ. എല്ലാത്തിനും ഈ വുഡൻ ഹാൻഡിലും കൂടി ആയതുകൊണ്ട് എല്ലാ ഉപയോഗത്തിനും കൊള്ളാം. റോസ്റ്റിങ്ങിനും ഷാലോ ഫ്രൈ, ഡീപ്പ് ഫ്രൈ, എല്ലാത്തരം കുക്കിങ്ങിനും ഇത് നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉപയോഗം കഴിഞ്ഞ് ഇത് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഒരല്പം വെജിറ്റബിൾ ഓയിൽ, ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു ടിഷ്യൂ പേപ്പറിൽ തൊട്ടൊന്ന് പുറത്തും അതിൻ്റെ അടിവശത്തും തേക്കണം. ഒന്ന് ചെറുതായിട്ട് തേക്കണം. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തേ സൂക്ഷിക്കാവുള്ളൂ. മോയ്സ്ചറൊന്നും ഇല്ലായിരിക്കണം. എങ്കിൽ പെട്ടെന്ന് ഇത് തുരുമ്പ് വരും. പക്ഷേ നമ്മളങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇത് നല്ലതായിട്ടിരിക്കും. അപ്പോഴും നമുക്ക് എപ്പോൾ ഉപയോഗിക്കാൻ വേണമെങ്കിലും. നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറുകളൊന്നും ഉപയോഗിക്കരുത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് കഴുകണം. പിന്നെ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 1-2 വർഷമായി വാങ്ങിയിട്ട്. ഇതിന് അന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ 650 രൂപയായിരുന്നു. ടൈപ്പ് ചെയ്യുമ്പോൾ അയൺ വോക്ക് പാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിഷ്ടമുള്ള സൈസിലുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഇടിച്ചക്കത്തോരൻ അല്ലെങ്കിൽ ഇടിയൻ ചക്കത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്നും പതിവ് പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുതേ. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക്സ്.